ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് എത്തിയിട്ടൊരു 3-4 ദിവസം അയക്കണേ. പക്ഷെ നാട്ടിൽ നിന്ന് എത്തിയതിൻ്റെ ചടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്നും അങ്ങോട്ട് സെറ്റായിട്ട് വന്നിരുന്നില്ല. ഇപ്പോൾ 2 ദിവസമായിട്ടാണ് ഒക്കെ ഒന്ന് സെറ്റായിട്ട് വരുന്നത്. ഞാൻ നാട്ടിൽ നിന്ന് ഒരു വ്ളോഗ് എടുത്തിരുന്നത്, എല്ലാവരും കൂടി കറങ്ങാൻ പോയിട്ട്. പക്ഷെ ആ വ്ളോഗ് എന്താണെന്ന് അറിയില്ല, എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാനൊക്കെ വിചാരിച്ചു. പക്ഷെ മൊത്തം ക്ലിപ്പിങ്ങിൻ്റെ ഇതാണ് മിസ്സായിപ്പോയി. എങ്ങനെ മിസ്സായെന്നൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഒരു ഫുൾ ഡേ ആണ് ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നൊരു ബാക്ക് ടു നോർമലാക്കി എടുക്കണം, ദിവസം ബാക്ക് ടു നോർമലാക്കി എടുക്കണം മൊത്തത്തിൽ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് രാവിലത്തെ കലാപരിപാടിയിലേക്ക് കടന്നേക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വ്ളോഗ്സൊക്കെ കാണുക വെച്ചെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു ഫുൾ ഡേ കാണാം കേട്ടോ. അപ്പോൾ വ്ളോഗിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ മെയിൻ പരിപാടി എന്താ വിചാരിച്ചാൽ, രാത്രി ഐബൂസ് കളിച്ച് കഴിഞ്ഞിട്ട് ആകെ ടോയ്സൊക്കെ വലിച്ച് വാരിയിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സോഫ ഒക്കെ ആകെ അലങ്കോലാക്കിയിട്ടുണ്ടാവും. ഇത് രാത്രി കിടക്കാൻ നേരത്തൊന്നും ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ എണീറ്റപ്പം ഇപ്പോഴത്തെ പുതിയൊരു ശീലം ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. രാവിലെ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കും. ഫസ്റ്റ് തന്നെ ഒക്കെ ഒന്ന് അടിച്ചോരി ഒക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കും. അപ്പോൾ ആദ്യം ഒക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ഷാമിയാക്ക് ഇങ്ങനെ എന്നും പറയും, രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഈ കാലൊട്ടണ് അങ്ങനെയാണ് ഇങ്ങനെ. അപ്പോൾ പിന്നെ ഞാനങ്ങനെ ശീലിച്ചു നോക്കിയത്. പക്ഷെ അതൊരു നല്ല ഹാബിറ്റായിട്ടോ. കാരണം രാവിലെ എണീച്ചപ്പോൾ നമുക്കൊന്ന് അവിടെ ഒന്ന് നീറ്റായി കാണുമ്പോൾ പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ ഇപ്പോൾ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിൽ കയറിനാട്ടി മുമ്പ് ഞങ്ങൾ ഇന്നലെ കുറച്ച് ഷോപ്പിംഗ് ചെയ്ത് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. കാരണം കിച്ചണിക്ക് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒക്കെ വന്നിട്ട് മേടിച്ചിട്ട് വെള്ളമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വായോട്ടോ, എന്നിട്ട് നമുക്ക് കിച്ചണിക്ക് കയറാം. അപ്പോൾ ആദ്യം തന്നെ ഗ്ലാസ് കണ്ടപ്പോൾ അവിടെ നിന്നിട്ട്, കാരണം ഞങ്ങൾക്ക് ചായ കുടിക്കണ ഗ്ലാസ് ഉണ്ടായിരുന്നില്ല, ജ്യൂസ് കുടിക്കുന്ന ഗ്ലാസ് ആയിരുന്നു. അപ്പോൾ അതിൽ ചായ കുടിക്കുമ്പോൾ കുറേ ചായ പോലെ ആവുന്നു. അപ്പോൾ ഈ ചായ കുടിക്കുന്ന ഗ്ലാസ് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായി. പിടിയൊക്കെ നല്ലതുണ്ട്, നല്ല ക്യൂട്ട് ഗ്ലാസ്. അപ്പോൾ ഇത് മതി പറഞ്ഞിട്ട് അങ്ങനെ ഈ ചായ കുടിക്കുന്ന ഗ്ലാസ് സെലക്ട് ചെയ്തിട്ടാണ് ഇന്നത് നോക്കി നോക്കണേ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാം കേട്ടോ. ചിക്കനൊക്കെ രാവിലെ തന്നെ പുറത്തേക്ക് വെച്ചിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം, കാരണം നല്ല ഐസാണ് ഫ്രിഡ്ജിൽ. മാത്രമല്ല പുറത്ത് നല്ല തണുവുമാണ്. പിന്നെ ദോശമാവ് ഉണ്ടെന്ന് ചമ്മന്തി ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ചിക്കനിൽ വെള്ളം ഒഴിച്ച് വെക്കട്ടെ. കാരണം ഇപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാലും ചിക്കൻ സെറ്റാക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തെല്ലാം കണ്ടില്ല നിങ്ങൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ വേപ്പിൻ്റെ ഇല, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അതിൻ്റേതായ പാത്രത്തിലിട്ട് സെറ്റാക്കി വെക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുക്കിംഗ് ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ ആ സമയത്ത് പൊളിച്ചത് എനിക്ക് ഇഷ്ടമല്ല. ഒക്കെ സെറ്റാക്കി വെച്ചാൽ പിന്നെ സുഖമായി ചെയ്യാമല്ലോ. അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഇതുപോലെ ഒരു ബലദിനയുടെ ചോക്ലേറ്റ് മിൽക്ക് കുടിക്കൂട്ടി എന്നും. കാരണം എന്താ വെച്ചാൽ ഐബൂസിന് പാൽ കൊടുക്കണോണ്ട് ഞാൻ നല്ല മെലിഞ്ഞേക്കണം ഇപ്പോൾ. അപ്പോൾ ഷാമിയൊക്കെ നിർബന്ധമായിട്ട് പറയുന്നത് എന്തേലും ഒന്ന് കുടിക്കണം എന്നിട്ട് അങ്ങനെ അത് മേടിച്ച് വെച്ചിരിക്കണ്. അപ്പോൾ രാവിലെ അത് കുടിക്കും.
അപ്പോൾ രാവിലത്തെ ഇങ്ങനത്തെ ചെറിയ ചെറിയ കലാപരിപാടികൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കാര്യമായിട്ട് ഒന്നും ഉണ്ടാക്കാനില്ലാത്ത ദിവസമാണെങ്കിൽ ഞാൻ അതുപോലെ ഇരുന്നിട്ട് ഇങ്ങനെ ഫോണിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യല, ഫോണിൽ യൂട്യൂബ് നോക്കല, ഒരു 15 മിനിറ്റ് ഇക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ഇതുപോലെ ടൈം കണ്ടെത്തും എഡിറ്റ് ആയാലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഐബൂസ് എണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആ നേരത്തെ അവന് പാൽ കൊടുക്കുക, ഉറക്കുക, വീണ്ടും ഇതാക്കുക ചെയ്യുക. അവൻ എണിച്ചിട്ടില്ല ഉച്ചക്കൊക്കെ ഉള്ളതാണെന്ന് വെച്ചാൽ കുറച്ച് വേണ്ടി നോക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ കുറച്ച് നേരം എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കും. ഹിക്ക് വേണ്ടി ഒരു ടൈമിക്ക് നല്ല ഇഷ്ടം, ആരും ഇല്ലാത്ത ആ ഒരു ടൈമിക്ക് വേണ്ടി കുറച്ച് നേരം ഒന്ന് ടൈം നമുക്ക് വേണ്ടി കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. അപ്പം അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കണമെന്ന് കുറച്ച്, അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇത് ചെയ്ത് ജ്യൂസൊക്കെ കുടിച്ച് കഴിയുമ്പോഴത്തേനും ഐബൂസ് വീണ്ടും എണിച്ചിട്ട് അവ എങ്ങനെയാ വെച്ചാൽ അവ 3/4 മണിക്കൂർ 1 മണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ എണിച്ച് പാൽ കുടിച്ച് വീണ്ടും ഉറങ്ങുക, അങ്ങനെയാണ് ചെയ്യാം. അപ്പോൾ അവ ഇതിൻ്റെ ഇടയ്ക്ക് എണീറ്റ്, അപ്പോൾ ഞാൻ എണീറ്റപ്പോൾ അവന് പാലൊക്കെ കൊടുത്ത് വീണ്ടും ഉറക്കിയിട്ട് ഇനി അടുക്കളയിൽ കയറാൻ പോകട്ടെ. ഇനിയിപ്പോൾ അവ എണിക്കനാട്ടി മുമ്പ് ഞാൻ അരിഞ്ഞക്കലും പരിപാടികളൊക്കെ നടത്തും ഉച്ചക്കൊക്കെ ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഉച്ചക്കൊക്കെ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്ലാൻ ആട്ടോ. കാരണം ഇന്നലെ പോയപ്പോൾ ചിക്കൻ മേടിച്ചിട്ടുണ്ടെന്ന് മലിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ബിരിയാണി ആകുമ്പോൾ ഒരു ഒറ്റയടിക്കാണ്ട് സംഭവം കഴിയുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അവ എണിക്കനാട്ടി മുമ്പ് അരിഞ്ഞക്കൽ, ഞാൻ എപ്പോഴും അവ എണിക്കനാട്ടി മുമ്പ് അരിഞ്ഞക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പം ഞാൻ എന്നും എണിക്കനാട്ടിയും ഒരു മണിക്കൂർ മുമ്പ് നേരത്തെ എണിച്ചേക്കണേ. എന്തെങ്കിലും അങ്ങനെ കാര്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നും എണിക്കനാട്ടി 1 മണിക്കൂർ മുമ്പ് എണിക്കും. അപ്പം പിന്നെ നമുക്ക് അവ എണിക്കനാട്ടി മുമ്പൊക്കെ അരിഞ്ഞ് സെറ്റാക്കി വെക്കാമല്ലോ. ഇടയിൽ എണിച്ചാലും പാൽ കുടിച്ച് വീണ്ടും ഉറങ്ങൂല്ലോ. ശരിക്കും എണിക്കനാട്ടി മുമ്പ് ഒക്കെ അരിഞ്ഞ് വെച്ച് സെറ്റാക്കി വെച്ചാൽ പിന്നെ ആ പരിപാടി ആ പണിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നേരത്തെ അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ടിപ്പാട്ടുകൾ ഒക്കെ നോക്കി കുട്ടികളാണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ ഒന്ന് യൂസ്ഫുൾ ആവട്ടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പം അരിഞ്ഞക്കലും ബിരിയാണിക്ക് അരിഞ്ഞക്കലും ചിക്കൻ കായം പുരട്ടി വെക്കലും അതൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ചട്നിയും കൂടി ഉണ്ടാക്കുക. തേങ്ങ ഡേറ്റ് കഴിയാറേ. അപ്പോൾ ചട്നിയും കൂടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് ദോശ ചട്നി പിന്നെ ഇന്നലത്തെ ബീഫിൻ്റെ ഉണ്ട്. അപ്പോൾ ചട്നിയും കൂടി ഉണ്ടാക്കി അതും കൂടി ആക്കി തിന്നാൻ വിചാരിച്ചിട്ടുള്ള പ്ലാനിൽ ചട്നി ഉണ്ടാക്കാനുള്ള പ്ലാനിലാട്ടോ. ആ പൊന്നതാ വരുന്നേ. നല്ല പച്ചോനി, നല്ല പച്ചോനി, നല്ല പച്ചോനി. അപ്പം ഞാനങ്ങനെ ചട്നി ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ എണിച്ചു. അപ്പം ഞാൻ വിചാരിച്ചത് ഇത് അങ്ങോട്ട് സെറ്റാക്കി അടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് അവനങ്ങോട്ട് സെറ്റാക്കാൻ വിചാരിച്ചു. അവനക്ക് എണീറ്റ് കഴിഞ്ഞൊരു 10 മിനിറ്റ് നമ്മളൊന്ന് അവന് സെറ്റാക്കി എടുക്കണം, അല്ലെങ്കിൽ അവനക്കൊരു രക്കസക്ക. അപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു അവനെ. പോയാണോ ചീത്ത പറയട്ടെ ഇപ്പോ. ചീത്ത പറയട്ടാ. അപ്പം ഞാനങ്ങനെ ചട്നിയൊക്കെ കടുകറുത്ത് അതുപോലെ തന്നെ ബീഫ് ഉണ്ടെന്ന് കുറച്ച് മുരിപ്പിച്ചത് അതൊക്കെ ചൂടാക്കിയെടുത്ത് എന്നിട്ട് പിന്നെ അങ്ങനെ ദോശ ഉണ്ടാക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകും കേട്ടോ. രാവിലത്തെ ഷാമിയൊക്കെ ഇന്ന് രാവിലെ വരാൻ കുറച്ച് ലേറ്റ് ആവും. അല്ലെങ്കിൽ ഷാമിയൊക്കെ രാവിലെ നേരത്തെ പോയിട്ട് ഒരു 10:30 ഒക്കെ ആകുമ്പത്തിന് വരും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് കഴിക്കുക, രാവിലെ കഴിക്കില്ല, വന്നിട്ട് കഴിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് ലേറ്റ് ആവും എന്ന് പറഞ്ഞ്.
ദോശന്. ദോശ ഇഷ്ടായാ? സൂപ്പറാ. ഞാനിവിടെ ചായ, ദോശ, ചട്ടിണി, ബീഫ്, ചമ്മന്തി. ഇനി ടി വി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ടി വി കണ്ടിട്ട് കാണും. തിന്നണ വരെ ടി വി കാണും 10 മിനിറ്റ്. അപ്പം എൻ്റെ ഭക്ഷണിക്കലൊക്കെ കഴിഞ്ഞ് ഞാൻ ബിരിയാണിക്കുള്ള മസാല ഉള്ളിയൊക്കെ വയറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താട്ടെ ഷാമയൊക്കെ വന്നത്. അങ്ങനെ കുറച്ച് നേരം ഷാമയക്കാരായിട്ടൊക്കെ വർത്താനം പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ബിരിയാണി പണിയിലേക്ക് വീണ്ടും കടന്നിട്ടാം. അപ്പോൾ അത് ഉള്ളി വയറ്റിക്കൊണ്ടിരിക്കുന്ന ചിക്കനൊക്കെ ഓൾറെഡി പൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മസാല ആയി. ഇനിയിപ്പോൾ അതിലേക്ക് ചിക്കൻ ഇടുക. എന്നിട്ട് ഞാൻ നെയ്ച്ചോറ് പോലെ വെച്ചിട്ടാട്ടോ ബിരിയാണി ഉണ്ടാക്കുക. കാരണം ചിലവർ ഊറ്റിയെടുക്കും, പക്ഷെ അതെനിക്കറിയില്ല. ഞാൻ പ്രോപ്പർ നെയ്ച്ചോറ് പോലെ വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇമ്പെക്സിൻ്റെ ഒരു പാത്രം ആമസോണിൽ നിന്ന് മേടിച്ചിട്ട് അതിൻ്റെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ബിരിയാണി പോട്ട്, അടിയിൽ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല. നല്ല ബിരിയാണി പോട്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് അടിയിൽ ഇടാം കേട്ടോ. അപ്പം ഞാനിവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തോ സൗണ്ട് കേൾക്കാണ്ടിട്ടോ. നോക്കി നോക്കുമ്പോൾ മൂപ്പരാൾ നല്ല കളിയിലാണ് അവിടെ. എന്താണ് സൗണ്ട്? എന്ത് കളി കളിക്കണേ? നല്ല കളിയിൽ ഒരാൾ, എന്താണെന്നറിയില്ല. ആനനൊക്കെ വെച്ച് ഇതൊക്കെ വെച്ചിൽ കളിക്കല്ലേ പൊന്നുഷേ? പെയിന്റ് അടിക്കണോ? പെയിന്റ് അടിച്ച് കളിക്കേ? എന്ത് കളിയാ കളിക്കണേ? പെയിന്റ് അടിക്കേ? ഇപ്പോൾ ബിരിയാണി ഇവിടെ ദമ്മിടാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു, നിങ്ങൾ എല്ലാവർക്കും അറിയണതല്ലേ. അപ്പോൾ ആ സമയം കൂടി നമുക്ക് അടുക്കള ആകെ അലങ്കോലമായിട്ട് കിടക്കണേ. പൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് പാത്രമൊക്കെ ഒന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കിയേക്കാം. അപ്പോൾ ആ സമയം കൂടി ഇതും കൂടി അങ്ങോട്ട് ചെയ്താൽ അതങ്ങോട്ട് യൂസ് ആവുമല്ലോ. അപ്പം അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റായിട്ടോ. അപ്പം ഇന്ന് ഷാമയൊക്കെ പറഞ്ഞ് ബിരിയാണിയൊക്കെ ഉള്ളതുകൊണ്ട് ഷാമയക്കയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ, അരുണേട്ടനും കൂടി വിളിക്കാൻ പറഞ്ഞു. കാരണം ഷാമയക്കൊക്കെ ഇങ്ങനെ വേണം ബിരിയാണി, ഒട്ടാണ്ട് വേറെ ഇങ്ങനെ ഇങ്ങനെ കെടുക്കണം. അങ്ങനത്തെ ബിരിയാണി ഇഷ്ടമുള്ളൂ മൂപ്പരാൾക്ക് അരി. അങ്ങനെ അരുണേട്ടൻ വന്നിട്ട് അവരുണ്ടാവും ആദ്യം ഭക്ഷണമൊക്കെ ഇരിക്കട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, അരുണേട്ടൻ നോക്ക്. അങ്ങനെ ഭക്ഷണിക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അരുണേട്ടൻ പോയി. ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് ഐബൂനൊക്കെ ഉറക്കി. ഐബൂൻ്റെ ഭക്ഷണം കൊടുക്കലും ഉറക്കലും ഒന്നും ഇതിൽ കാണിച്ചില്ല കേട്ടോ, അതൊക്കെ വേറെ വ്ളോഗിൽ കാണിക്കുക. എല്ലാം കൂടി പെട്ടെന്ന് ഇങ്ങനെ ചെയ്യണോണ്ട് അത് കാണിക്കാൻ മറന്നുപോയി. എന്നിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം അവന് ഉറങ്ങിയതിന് ശേഷം കുറച്ച് നേരം ഫോണൊക്കെ നോക്കിയിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ വൈകിട്ടായപ്പോൾ അവ എണിച്ചതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ. ഞങ്ങൾക്കൊന്ന് 2-3 സാധനങ്ങളും കൂടി മേടിക്കാണ്ടേന്ന്. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ വിചാരിച്ച് പോവാണ്. അപ്പോൾ ട്രൈപോഡ് വാങ്ങാണ്ട് മെയിനായിട്ട്, അല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ നമ്മൾ സഫാരി മാളിലേക്കായിട്ട് പോയത്. ഇനി ബാക്കി അവിടുത്തെ വിശേഷം കാണാം. നെൽത്തൂക്കവനെ ആക്കണ്ട് അയിപ്പോ ആക്കിട്ടാ. ഡാൻസ് കളിക്കണേ നിന്നിട്ട്. എടുക്ക്. അവന്റെ പിന്നാലെ ഓടണേ. ഇങ്ങോട്ട് വാ. അടി വെക്ക് ഒന്നാക്കി.
അങ്ങനെ അവിടെ കയറുന്നോർത്ത് തന്നെ ടോയ്സ് കണ്ടപ്പോൾ അവരിങ്ങനെ ഡെമോ കാണിച്ചു കൊടുക്കുമ്പോൾ ഐബു അതായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നിട്ടാ. പിന്നെ ബോൾ അവനക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബോൾ കണ്ടിട്ട് ഒരു ചേട്ടൻ്റെ ഒപ്പം ബോളൊക്കെ തട്ടി കളിച്ച്. എന്നിട്ട് പിന്നെ ഞങ്ങളങ്ങനെ ട്രൈപ്പോഡൊക്കെ നോക്കി. കുഴപ്പമില്ലാത്ത ട്രൈപ്പോഡ് അവർ ഡെമോ ഒക്കെ കാണിച്ചു തരും കേട്ടോ, എങ്ങനെ വെക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ, നിന്നാൽ അങ്ങനെ ആക്കാനാ അങ്ങനെ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഓരോന്ന് കാണിച്ചു തരും. അങ്ങനെ നമുക്ക് ഈ ട്രൈപ്പോഡ് ഇഷ്ടമായി, ഷാമയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ ഈ ട്രൈപ്പോഡ് നമുക്ക് ഇഷ്ടമായപ്പോൾ നമ്മളങ്ങനെ ആ ട്രൈപ്പോഡ് വാങ്ങി. ഐബുവിന് പിന്നെ കാറൊന്നും വാങ്ങില്ല കേട്ടോ, കാരണം ആ കാറ് ഓട്ടോമാറ്റിക് നമ്മൾ തന്നെ റിമോട്ടിലാക്കണം. അതിനുള്ളത് അവനായിട്ടില്ലല്ലോ. അവനത് കണ്ട് 2 മുട്ടായി അവിടെ നിന്ന് ചൂണ്ടിയിട്ട് അതിൻ്റെ സന്തോഷത്തിലാണ്. എന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടമല്ലേ. അങ്ങനെ വീട്ടിൽ ദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള പ്ലാനായിരുന്നു. കുനാഫ് കഴിക്കാൻ വിചാരിച്ചിരുന്നു. പിന്നെ 8 മണിയൊക്കെ ആയിട്ട് കുനാഫ് കഴിക്കണ്ടാവും വിചാരിച്ച് റോഡിൽ പോണ വഴിക്കാണ് ഓട്ടൻകൂട് കണ്ടപ്പോൾ ഷാമ്പൊക്കെ ജസ്റ്റ് വെച്ച് നമുക്ക് കഴിച്ചാൽ. അപ്പം നമ്മൾ വീട്ടിലുണ്ട് ഓട്ടൻകൂടത്തെ പാസ്ത ഞങ്ങൾക്ക് 2 ഇഷ്ടം. അപ്പം നമ്മളെ മൈൻഡ് എന്നാൽ കഴിക്കാമല്ലേ, ദോശ നാളെ എടുക്കാമല്ലേ, അങ്ങനെയായി. അങ്ങനെ ഞങ്ങൾ ഓട്ടൻകൂളി കയറിയിട്ടോ. പപ്പുട്ടിയാണ് പപ്പുട്ടി. ഹൈബൂസ് ഇവിടെ വന്നതിന് ശേഷം ഭയങ്കര പപ്പക്കുട്ടിയായി മാറിയേക്കട്ടോ. അവനക്ക് ഹോട്ടലിലേക്ക് പോയാൽ ഭയങ്കര ഇഷ്ടം, ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുകയാണ്. ചിക്കൻ കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് മൂപ്പരാള്. അന്ന് മേടിച്ച പോത്തല്ലോ, വേറെ പാത്രത്തിലാണ്. ഇന്നെ കണ്ടില്ല ഗാസ്, കൂറ കോലത്തിലായിട്ട് ഞാൻ ഭക്ഷണമൊക്കെ വരുന്ന പ്ലാൻ ഉണ്ടായിരുന്നില്ലല്ലോ. ജസ്റ്റ് സഫാരി പോവാ, സാധനം മേടിക്കാൻ വരിക. അതുകൊണ്ട് ഞാൻ സാധാ കോലത്തിലാണ് വന്നേക്കണേ കേട്ടോ. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് സ്പൂൺ ഒറ്റക്ക് ആട്ടിയേക്കണൊക്കെ മേത്തൊക്കെ. അവ അത് നോർമലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ തിന്നിരിക്കുന്നു. പിന്നെ കണ്ടില്ല ആ കലമ്പാക്കി പാസ്തയുടെ ക്രീമൊക്കെ എടുത്ത് മേത്തേക്ക്. അപ്പോൾ ഭക്ഷണമൊക്കെ വരുന്ന അറിയാത്തതുകൊണ്ട് അവൻ്റെ സാധനം എടുത്തില്ല, വിബ്. ഇല്ലെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ മുമ്പ് വിബൊക്കെ എടുക്കാറുണ്ട്. പ്ലാൻ ചെയ്യാണ്ട് കയറിയതല്ലേ, അപ്പോൾ വിബൊന്നും എടുത്തില്ല. അപ്പോൾ ആകെ മേത്തേക്കലും തിന്നാൻ സമ്മതിച്ചേ ഇല്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ആകെ കലമ്പാക്കി. ഞങ്ങൾ തിന്നുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കളിക്കുക, ശാമ്പിക്കാറുണ്ട് ഭ്രാന്താക്കി പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അങ്ങനെ കുറച്ച് പാസ്ത ബാക്കി നിന്ന്, കാരണം ചിക്കൻ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പാർസലാക്കി നാളെ കഴിക്കാൻ വിചാരിച്ചിട്ട് ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുക കേട്ടോ. പൂച്ചയുടെ പിന്നാലെ ഓടിയേക്കുക, ഒരു പൂച്ചപ്രാന്തൻ. കുനാഫ് തിന്നാൻ വന്നിട്ടിപ്പോ തിന്നത് വേറെ. അങ്ങനെ ഐബുവിൻ്റെ ഷാമിയക്കടയും കുറച്ച് കളിയൊക്കെ ഇവർ നേരെ. ഷാമിയൊക്കെ നല്ല ഐബുവിനെ കളിപ്പിക്കാറ്, ടിക്ക് അങ്ങനെ കളിപ്പിക്കാറില്ല കുട്ടികളെ. ഷാമിയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക നേരെ ഇവർ 2 കൂടിയിട്ട്. എന്നിട്ട് അങ്ങനെ ഞങ്ങൾ തിരിച്ചപ്പം കാറിൽ നിന്ന് പറയുന്നു കുനാഫ് തിന്നാൻ വന്നിട്ടിപ്പോൾ ഭക്ഷണം കഴിക്കലായി, ദോശമാവൊക്കെ പുറത്തേക്ക് വെച്ചിരുന്നത് വീട്ടിൽ പോയിട്ട് എടുത്തേക്കാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ പോകും കേട്ടോ. ഇനി വീട്ടിൽ പോയിട്ട് അല്ലറ ചില്ലറ കാര്യങ്ങൾ, ഉറങ്ങാനുള്ള കാര്യങ്ങൾ അത്രയ്ക്കുള്ളൂ കാണാപ്പോൾ ബാക്കി. അപ്പോൾ നമ്മൾ വേഗം വരാൻ വിചാരിച്ച് പോയതല്ലേ. അപ്പോൾ ബിരിയാണി പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി. വേഗം വന്ന് ചൂടാക്കി അത് ചൂടാറിയിട്ട് എടുത്ത് വെക്കട്ടെ, കാരണം നാശാവില്ലല്ലോ ബിരിയാണി. ഇനിയിപ്പോൾ നാളൊക്കെ മറ്റന്നാൾക്കായിട്ട് എടുക്കാമല്ലോ, ഒന്നും കൂടി ടേസ്റ്റ് കൂടുമല്ലോ. അപ്പോൾ അത് അത്യാവശ്യം ചോറ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അത് എടുത്തേക്ക് കേട്ടോ.
അപ്പം ഞാനവിടെ ഇതൊക്കെ എടുത്തേക്കണ ഗ്യാപ്പിൽ ഷാമിയാക്ക് ഐബുവിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കട്ടെ. ഷാമിയാക്ക് രാത്രി ഐബുവിന് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റാക്കി കൊടുക്കുക. എന്നിട്ട് ഇനി പോയി നമുക്ക് ഉറങ്ങാൻ കിടക്കും. പിന്നെ ഉറങ്ങാൻ കിടന്നിട്ട് പിന്നെ ഷാമിയാക്ക് ഐബും കൂടി ഞങ്ങൾ കൂടി കുറച്ച് നേരം കളിച്ചിട്ടൊക്കെയാണ് കിടക്കുക. അപ്പോൾ അതൊക്കെ കാണാം കേട്ടോ. അപ്പം ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. അടുത്തതിൽ കാണാം. ടാറ്റ ബൈ, സീ യു.